കുന്തി തനിക്കു പിറന്ന സൂര്യപുത്രനായ കർണനെ ജനിച്ചയുടനെ പെട്ടിയിലാക്കി നദിയിൽ ഉപേക്ഷിക്കുന്നു. നദിയിൽ നിന്നു കിട്ടിയ ആ കുഞ്ഞിനെ സൂതനായ അതിരഥനും ഭാര്യയായ രാധയും വളർത്തി. ജന്മന കവചകുണ്ടലധാരിയും സമർത്ഥനും ധീരനുമായ കർണൻ ദുര്യോധന പക്ഷത്താണ് നിലയുറപ്പിച്ചത്. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് ശ്രീകൃഷ്ണൻ കർണനോട് തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ജനശൂന്യമായ വനഹൃദന്തങ്ങളിലെത്തിയപ്പോൾ ദാരുകൻ ഗതി മന്ദീഭവിപ്പിച്ച രഥം പിന്നെയും സാവകാശമാക്കാൻ പതുക്കെ പതുക്കെ എന്ന് കൃഷ്ണൻ അനുജ്ഞ നൽകി. രഥത്തെ നയിക്കുന്ന വെള്ളക്കുതിരകളുടെ ഒറ്റയൊറ്റയായുള്ള കുളമ്പടി ശബ്ദം ആ വിജനതയിൽ മുഴങ്ങി. ഇഴഞ്ഞു നീങ്ങുന്ന രഥചക്രങ്ങളുടെ ക്രന്ദനം പ്രപഞ്ചവിധാനത്തിൻ്റെ അമർത്തിപ്പിടിച്ച കരച്ചിൽ പോലെ ആ വനസ്ഥലിയെ ശോകഭരിതമാക്കി. പറക്കാനുള്ള ത്വരയ്ക്കു നിയന്ത്രണത്തിൻ്റെ ആഘാതമേറ്റ വാച്ചികൾ ആഞ്ഞു ശ്വസിക്കുകയും സമീപസ്ഥമായ പച്ചിലത്തടുപ്പുകൾ ആർദ്രതയാൽ അപ്പോൾ വിറയ്ക്കുകയും ചെയ്തു. വലതുപാർശ്വത്തിൽ നിശ്ചലനായിരിക്കുന്ന കർണൻ്റെ കരങ്ങൾ വീണ്ടും പരിഗ്രഹിച്ചുകൊണ്ട് പതിഞ്ഞ ബലവത്തായ ശബ്ദത്തിൽ കൃഷ്ണൻ പറഞ്ഞു: കർണ, എൻ്റെ ഈ വാക്കുകൾ നീ ശ്രദ്ധിച്ചാലും നിന്നെക്കുറിച്ചുള്ള സത്യമായ വിചാരങ്ങളും സത്യമായ വസ്തുതകളും അറിയിക്കാൻ ഞാൻ നിന്നെ ഇങ്ങനെ ആനയിച്ചു. ആ വാക്കുകൾ നാളെ നഗരങ്ങളും ജനപദങ്ങളും രാജസഭകളും ഇടിമുഴക്കം പോലെ ശ്രവിക്കേണ്ട വാക്കുകളാണ്. വിധി നിയോഗവശാൽ വിജനസ്ഥലത്തു വെച്ച് രഹസ്യമായി നിന്നോട് ഞാനതു പറയുന്നു. ഭൂമിയിൽ കിടയറ്റ വില്ലാളിയാണു നീ. അത്ഭുതബലശാലിയും അത്ഭുത വിക്രമിയുമാണ് നീ. സുഹൃത്തേ കർണ, ആ നിന്റെ നിജസ്ഥിതി അറിയുന്ന ഞാൻ നിന്നെ പ്രതി മനസാ ആദരവും സ്നേഹവും നിറഞ്ഞവനാണെന്ന് നീ അറിയണം. നീ ആരെന്ന് നിന്നോട് പറയുവാനുള്ള മുഹൂർത്തം ആയിരിക്കുന്നു. കുരുവംശജാതന്മാർ തമ്മിൽ കൊന്നൊടുക്കി സമൂലം നശിക്കുന്ന യുദ്ധം തീർച്ചയായി കഴിഞ്ഞു. ക്ഷത്രിയ വംശത്തിൻ്റെ ആകെ വിനാശത്തിനുള്ള രംഗം ഇന്നൊരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ നിരർത്ഥമായ ഈ കൊടും വിനാശം ഒഴിവാക്കാൻ ഒരാൾക്ക് ഇനിയും കഴിയും. ഒരാൾക്കു മാത്രം അത് കഴിയും. ഒരാൾക്കു മാത്രം അത് കഴിയും എന്ന് സ്വയം ഉരുക്കഴിച്ച് നിർനിമേഷനായിരിക്കുന്ന കൃഷ്ണനോട് സന്ദേഹഭാവത്തിൽ കർണൻ പറഞ്ഞു: അല്ലയോ വാസുദേവ, സ്വധർമാചരണത്തിൽ ക്ഷത്രിയ വംശമാകെ വീരസ്വർഗം പൂകണമെന്ന ഈശ്വരഹിതം ആർക്കാണ് ഒഴിവാക്കാൻ കഴിയുക? ആർക്ക് എങ്ങനെയാണത് ഒഴിവാക്കാൻ കഴിയുക? കൃഷ്ണ, നിനക്ക് പോലും തടുക്കാനാവാത്ത കാലഗതി മറ്റാർക്കാണ് തടുക്കാൻ കഴിയുക? കഴിയും. കൃഷ്ണന്റെ ചുണ്ടിൽ നിന്നുതിർന്ന ശബ്ദം ആയസഗോളം പോലെ തൻ്റെ മുഖത്തു തട്ടിയതായി കർണന് തോന്നി. കൃഷ്ണൻ പറഞ്ഞു: കഴിയും. ഒരാൾക്കത് കഴിഞ്ഞെന്ന് തന്നെ വരും. കർണ, ഈശ്വരഹിതം പോലും കാലാനുവർത്തിയാണെന്ന് നീ അറിയണം. വർഗവിനാശത്തിനുള്ള ഈ വിധി പോലും കാലാനുവർത്തിയാണ്. കാലത്തിൻ്റെ പക്വത ചിലപ്പോൾ വിധിവശാൽ ചിലരുടെ ചില കർമ്മങ്ങളെ സംശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ഈശ്വരഹിതത്തോടു സാവകാശത്തിനു വേണ്ടി ഫലപ്രദമായി യാചിക്കാൻ കഴിയും. ഇവിടെ വംശവിനാശകമായ ഈ ഭീകര പ്രതിസന്ധിയിൽ ഒരാൾക്ക് അത് കഴിയും. പൊള്ളലേറ്റ പോലെ കൃഷ്ണൻ പൊടുന്നനെ ചലിച്ചു. വിധിയുടെ പ്രതീകം പോലെ ചൂണ്ടുവിരൽ കർണന്റെ മുഖത്തിനു നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു: നിനക്കത് കഴിയും. നിനക്ക്, കൗന്ദേയനായ കർണന്. കൗന്ദേയൻ എന്ന വാക്ക് കൃഷ്ണൻ ഉച്ചരിച്ചു കേട്ട കർണൻ ഞെട്ടി. അവൻ വിറയ്ക്കുന്നതായി തോന്നി. അവൻ്റെ കരങ്ങളെ കൃഷ്ണൻ വീണ്ടും പരിഗ്രഹിച്ചു. വേദനയുടെ കറുത്ത പ്രകാശത്തിൽ തിളങ്ങുന്ന കർണന്റെ കണ്ണുകളിലേക്ക് മാസ്മരിക ശക്തിയോടെ ഉറ്റുനോക്കിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു: എൻ്റെ വാക്കുകൾ ശാന്തനായി നീ കേൾക്കൂ. കർണ, നീ സൂതവംശജനല്ല. സൂതനായ അതിരഥൻ്റെ പുത്രനുമല്ല.
രാധേയനെന്നറിയുന്ന നീ രാധയുടെ മകനല്ലെന്നും അറിയണം. അർജുന മാതാവായ കുന്തിക്ക് സൂര്യഭഗവാനിൽ നിന്നു ജനിച്ച കാനീനനാണ് വിശ്വൈക വീരനായ കർണൻ. കൗന്ദേയനായ നീ വൃഷ്ണികളായ ഞങ്ങൾക്ക് യുധിഷ്ഠിര തുല്യനായ സ്വജനമാണ്. നീ യുധിഷ്ഠിര ഭീമാർജുനന്മാരുടെ സ്വന്തം ജ്യേഷ്ഠനാണ്. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് സാരഥിയായ ദാരുകൻ സ്തബ്ധനായി. അവനറിയാതെ അവൻ്റെ കൈപ്പിടിയിലെ കടിഞ്ഞാൺ അയഞ്ഞു വീണു. അപ്പോൾ രഥത്തിൻ്റെ ഇഴഞ്ഞ ഗതി പോലും നിലച്ചു. ചലനം പൊടുന്നനെ നിലച്ച ചക്രങ്ങളുടെ ആക്രന്ദനത്തോടെ രഥം തികച്ചും നിശ്ചലമായി. ചമ്മട്ടിയേന്തിയിരുന്ന കൈയുമായി ദാരുകൻ തേർത്തടത്തിൽ പ്രതിമ പോലെ നിർജീവമായി വർത്തിച്ചു. ജീവസറ്റ ഒരു കേവല നിശബ്ദതയിൽ എല്ലാം ലയിച്ചു. സ്വന്തം വാക്കുകൾ കേട്ട് സ്വയം ആശ്ചര്യപ്പെടുന്ന വിചിത്രഭാവത്തിൽ കൃഷ്ണൻ പറഞ്ഞു, കൗന്ദേയനായ കർണ, വേദപാരംഗതരായ വിപ്രരെ നിത്യവും ഉപാസിച്ചവനാണു നീ. ദ്വേഷവും അസൂയയും ഒഴിഞ്ഞ ദേവമഹാവ്രതനാണു നീ. ധർമ്മതത്വങ്ങളെല്ലാം അറിയുന്ന മഹാപ്രാജ്ഞനാണു നീ. വേദശാസ്ത്രാദികളിൽ സൂക്ഷ്മജ്ഞാനമുള്ള നിന്നെ ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരു കന്യകയിൽ കാനീനനായോ സഹോഢനായോ ജനിക്കുന്ന പുത്രന് ആ കന്യകയെ പിന്നീട് പരിഗ്രഹിക്കുന്ന പുരുഷൻ അച്ഛനാണെന്ന ശാസ്ത്രവിധി നിനക്കറിയാതെ വരില്ല. കുന്തിയുടെ പ്രഥമ പുത്രനായ നീ ധർമ്മശാസ്ത്ര നിശ്ചയത്താൽ പാണ്ഡവർക്ക് ജ്യേഷ്ഠ സഹോദരനായ പാണ്ഡവനാണ്. മാതൃവശാൽ മാത്രമല്ല പിതൃവശാലും നീ പാണ്ഡവനാണെന്ന് ശാസ്ത്രം പറയുന്നു. കുന്തിയുടെ മൂത്ത മകനായ കർണൻ വൃഷ്ണികളായ ഈ ഞങ്ങൾക്ക് യുധിഷ്ഠിരനേക്കാൾ സ്നേഹാർഹനായ സ്വജനമാണ്. നിശ്വാസം പോലും നിലച്ച നിലയിൽ കർണൻ കൃഷ്ണന്റെ വാക്കുകൾ ചെവിക്കൊണ്ടു. സ്തോഭങ്ങളറ്റ് നിർജീവമായിരുന്ന അവൻ്റെ മുഖത്തേക്ക് വീണ്ടും വിരൽ ചൂണ്ടിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, കർണ, ഇപ്പോൾ നിശ്ചലങ്ങളായി നിൽക്കുന്ന ഈ വാജികൾ നിസാരമായ സംജ്ഞയാൽ വായുവേഗത്തിൽ പറക്കുന്നവയാണ്. മനോവേഗത്തിൽ പായുന്ന ഈ രഥത്തിൽ ഇതുപോലെ ഒരുമിച്ചിരുന്നു കൊണ്ട് സ്വജനങ്ങളായ പാണ്ഡവരുടെ സങ്കേതത്തിൽ നമുക്ക് ചെന്നിറങ്ങാം. സുയോധനന്റെ ഗർവിനും ബലത്തിനും മുഴുവൻ ആധാരമായ കർണൻ യുധിഷ്ഠിരന്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനാണെന്ന് അവരും ലോകവും അങ്ങനെ ആദ്യമായി അറിയട്ടെ. മൂകനായി തന്നെ വർത്തിച്ച കർണന്റെ മൗനത്തിൻ്റെ സാരം ഗ്രഹിച്ച് അല്പനേരം സ്വയം നിശബ്ദത പാലിച്ച ശേഷം കൃഷ്ണൻ പിന്നെയും പറഞ്ഞു, എന്നോടൊത്ത് എൻ്റെ ഈ രഥത്തിൽ പാണ്ഡവ സങ്കേതത്തിൽ വരാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് ഈ മഹാരഹസ്യം ലോകത്തോട് ജ്ഞാപനം ചെയ്യാൻ മാത്രമല്ല. നീ വിശ്വൈക വീരനാണെന്ന് എന്നും അറിഞ്ഞവനാണ് ഞാൻ. സത്യവാദിയും ധർമ്മചാരിയുമാണ് അജ്ഞാത സ്വജനമായ നീ എന്ന് എനിക്കെന്നും അറിയാം. വിധി നിയോഗത്താലാവാം നിന്റെ രഹസ്യം ഞാൻ നിന്റെ മുമ്പിൽ ഇതുവരെ അനാവരണം ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നു ഞാൻ അത് തുറന്നു പ്രസ്താവിക്കുന്നു. എന്നോടൊത്ത് പാണ്ഡവ സങ്കേതത്തിൽ ചെന്നിറങ്ങുന്ന നീ ജ്യേഷ്ഠ സോദരനാണെന്ന് പാണ്ഡവർ അറിയും. ജ്യേഷ്ഠനായ നിന്നെ അവർ 5 പേരും കാൽ പിടിച്ച് ആദരിക്കും. ദ്രൗപദിയുടെ 5 മക്കളും അർജുനപുത്രനായ അഭിമന്യുവും നിന്റെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നിന്റെ പാദധൂളികൾ ശിരസിലണിയും. പാണ്ഡവ പക്ഷക്കാരായി എത്തിയിട്ടുള്ള സമസ്ത രാജാക്കളും ജനങ്ങളും പരമസമ്പൂജ്യനായ പാണ്ഡവ ജ്യേഷ്ഠനായി നിന്നെ പൂജിക്കും. വൃഷ്ണികളായ ഈ ഞങ്ങളും ധൃഷ്ടദ്യുമ്നാദ്യരായ പാഞ്ചാലരും സ്വജനനായകനായ കർണനെ നമസ്കരിക്കുകയും അവനെ മഹാരാജാവായി അഭിഷേചിക്കുകയും ചെയ്യും എന്നു നീ അറിയണം. കണ്ണുകൾക്ക് മുമ്പിൽ വിരിഞ്ഞ ഏതോ ദൃശ്യം നോക്കി അഭിഭൂതമായ ഭാവത്തിൽ കൃഷ്ണൻ തുടർന്നു. പാണ്ഡവകുല ഗുരുവായ ദൗമ്യൻ കർണന്റെ അഭിഷേചന കർമ്മത്തിൽ അഗ്ന്യാഹുതി കഴിക്കും. വേദജ്ഞരായ ദ്വിജന്മാരുടെ കാർമ്മികത്വത്തിൽ പാണ്ഡവരേവരും പാണ്ഡവപുത്രന്മാരും പാഞ്ചാല മാത്സ്യ ചേതി രാജാക്കന്മാരും ഈ ഞാനും ചേർന്ന് പാണ്ഡവ മഹാരാജാവായി
കർണന്റെ കിരീടധാരണ കർമ്മങ്ങൾ ആചരിക്കും. പാർശ്വത്തിൽ പട്ടമഹിഷിയായ ദ്രൗപദിയുമൊത്ത് സിംഹാസനാരൂഢനായിരിക്കുന്ന കർണന്റെ ശീർഷോപരി യുവരാജാവായ യുധിഷ്ഠിരൻ വെൺചാമരമുയർത്തി നിൽക്കും. ഭീമസേനൻ നിന്റെ സിംഹാസനത്തിനു പിന്നിൽ നിന്ന് വെൺകൊറ്റ കുട പിടിക്കും. പുലിത്തോൽ പൊതിഞ്ഞ് കിങ്ങുകൾ ശബ്ദിക്കുന്ന നിന്റെ ശേദ്വാശ്വരഥത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് അർജുനൻ നിനക്ക് പരിചര്യം ചെയ്യും. നിന്റെ പാദപരിചര്യയ്ക്കായി അഭിമന്യുകുമാരൻ ഒഴിയാതെ നിന്റെ സവിധത്തിൽ വർത്തിക്കും. നകുല സഹദേവന്മാരും ദ്രൗപദി പുത്രന്മാരും നിന്റെ അനുജ്ഞകൾ കാത്ത് നിലകൊള്ളും. പാഞ്ചാലന്മാർ മഹാനായ ബന്ധുവിനെ ശമത്തിലും യുദ്ധത്തിലും ഒരുപോലെ പിന്തുടരും. കർണ, ഈ ഞാനും സമസ്ത വൃഷ്ണ്യന്തക ജനങ്ങളും നിന്റെ പിന്നിൽ തന്നെ നിരക്കുമെന്നും നീ അറിയണം. ഭ്രാതാക്കളായ പാണ്ഡവരുമൊത്ത് ഈ മഹാരാജ്യത്തിൻ്റെ ഛത്രാധിപത്യം നടത്താനാണ് കർണ ഞാൻ നിന്നെ ക്ഷണിക്കുന്നത്. സ്വന്തം അനുജന്മാരായ പാണ്ഡവരുമായി നീ സൗഭ്രാത്രം പുലർത്തുന്ന കാഴ്ച കണ്ട് മിത്രങ്ങൾ സന്തോഷിക്കുകയും ശത്രുക്കൾ കിടിലം കൊള്ളുകയും ചെയ്യട്ടെ. ഭ്രാതൃപരിസേവിതനായി നിനക്ക് അവകാശപ്പെട്ട സിംഹാസനത്തിൽ നീ അമരുന്ന കാഴ്ച ഏവരും കൺകുളിർക്കെ കാണട്ടെ. ശബ്ദവും ചലനവും വീണ്ടും കൈവരുത്താൻ കർണൻ സാഹസപ്പെടുന്നതുപോലെ തോന്നി. പ്രകടമാം വണ്ണം യത്നപ്പെട്ടതിനു ശേഷം അസ്വാഭാവികവും പരിക്ഷീണവുമായ ശബ്ദത്തിൽ അവൻ കൃഷ്ണനോട് പറഞ്ഞു: വൃഷ്ണികുല നായകനായ വാസുദേവ, നിന്റെ സൗഭ്രാത്രത്തിനു മുന്നിൽ കർണനിത ശിരസ്സു നമിക്കുന്നു. സ്നേഹബുദ്ധി കൊണ്ടും എൻ്റെ നന്മയെ കാക്ഷിച്ചുമാണ് നീ ഇതൊക്കെ ഇന്നെന്നോട് പറഞ്ഞത്. എനിക്കതിൽ അശേഷം സംശയമില്ല. നിന്നെക്കുറിച്ച് ആദരവും നിന്നോട് ഭക്തിയുമുള്ളവനാണ് നീ ആരെന്നറിയുന്ന ഈ കർണൻ. ഇപ്പോൾ പറഞ്ഞ ഹിതവാക്യത്തിന് നിന്നോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ പാണ്ഡവനാണെന്ന ശാസ്ത്രവിധി ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു. എന്നാൽ കൃഷ്ണനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർണൻ തുടർന്നു: ആ സുയോധനനുമായുള്ള വീഴ്ചയെ ഞാൻ ഭർസിച്ചാൽ നീചമായ കൃതജ്ഞത പോലും എന്നെ കണ്ടാൽ ലജ്ജിച്ച് തല താഴ്ത്തുകയില്ലേ? ആയുധ വിദ്യാപ്രയോഗ ദിവസം നിന്റെ അച്ഛനമ്മമാർ ആരാണ്, നിന്റെ കുലമേതാണ് എന്ന കൃപന്റെ ചോദ്യം കേട്ട് എൻ്റെ തല താണുപോയി. കർണൻ മൃതനായ ദിവസമാണത്. നിവാരണമറ്റ അപമാനബോധത്താൽ മരിച്ച കർണന് സുയോധനൻ പുനർജന്മം നൽകിയ ദിവസമാണത്. ലജ്ജയാൽ തല താഴ്ത്തി രംഗവേദിയിൽ നിന്നും ജീവിതവേദിയിൽ നിന്നു തന്നെയും നിഷ്ക്രമിക്കുമായിരുന്ന എന്നെ പ്രത്യുപകാരം നിനയാതെ അവനന്ന് രാജാവായി അഭിഷേചിച്ചു. അല്ലയോ വാസുദേവ, ഞാൻ അർത്ഥത്തെ വിലവയ്ക്കുന്നവനല്ല, അർത്ഥത്താൽ വിലയ്ക്ക് വാങ്ങാവുന്നവനുമല്ല സൂതപുത്രനായ ഈ കർണൻ. സുയോധനൻ തന്ന രാജ്യവും വിഭൂതികളും അവയ്ക്കു വേണ്ടി മാത്രമായി ഞാൻ വിലമതിക്കുന്നില്ല എന്നും നീ അറിയണം. എന്നാൽ അന്ന് ആ രാജ്യദാനത്തിലൂടെ അവൻ എനിക്കെൻ്റെ ആത്മാഭിമാനം തിരിച്ചു തന്നു. ആത്മാഭിമാനവും ആത്മവിശ്വാസവും തിരിച്ചു തരുന്നതിലൂടെ എനിക്കവൻ എൻ്റെ ജീവിതം തന്നെയാണ് കൃഷ്ണ തിരിച്ചു തന്നത്. നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന ഈ ജീവിതം സുയോധനൻ അന്ന് എനിക്ക് ദാനമായി നൽകിയ ജീവിതമാണ്. കർണന് 100 വട്ടം ആത്മഹത്യ ചെയ്യാം. എന്നാൽ അവന് ഉടലിൽ ജീവൻ വെച്ചുകൊണ്ട് ആ ദാനത്തെ എങ്ങനെയാണ് നിന്ദിക്കാൻ കഴിയുക? വാസുദേവ, നിന്റെ മഹാത്മ്യവും മഹാവീര്യവും ഞാൻ അറിയുന്നു. സൗഹൃദത്താൽ പ്രേരിതനായി നീ എനിക്കിന്നു ഹിതം ഉപദേശിക്കുകയാണെന്നും ഞാൻ അറിയുന്നു. മഹാത്മാവായ നീ അഭിശപ്തനായ കർണന്റെ വിചാരങ്ങൾക്ക് ഇന്നൊരിക്കൽ സാക്ഷ്യം വഹിച്ച് അവനെ ധന്യനാക്കിയാലും. താനീ പറയുന്ന വാക്കുകൾ ഓർമ്മയിൽ സൂക്ഷിച്ച് തൻ്റെ സത്യമായ വിചാരത്തിനു സാക്ഷിയായി വർത്തിക്കണേ എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് കർണൻ തുടർന്നു: ഇനി ഞാൻ എവിടേക്ക് പിന്മാറാനാണ്? യുദ്ധം തീർച്ചയായി കഴിഞ്ഞു. എൻ്റെ ബലത്തിൽ വിശ്വസിച്ചാണ് സകലരെയും ധിക്കരിച്ച്, നിന്നെ ധിക്കരിച്ച്, സ്വന്തം മാതാവിൻ്റെ ഹിതം പോലും ധിക്കരിച്ച് സുയോധനൻ യുദ്ധമാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നത്.
അർജുനനെ ഞാൻ ദ്വൈരഥത്തിൽ വധിക്കുമെന്ന വിശ്വാസമാണ് അവൻ്റെ വിജയകാംക്ഷയ്ക്ക് ആസ്പദം. സുയോധനൻ്റെ കപ്പൽ ഇപ്പോൾ നടുകടലിലാണ്. ആ നൗകയെ ഇങ്ങനെ നടുകടലിലേക്ക് ആനയച്ചതിനു ശേഷം അതിൽ നിന്ന് പിന്മാറുന്നതിലും നീചമായ കൃത്യം വേറെ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? കൃഷ്ണ, നീ എൻ്റെ ഈ വാക്ക് കേട്ടാലും ഈ ഭൂമി മുഴുവൻ കിട്ടിയാലും ഇപ്പോൾ സുയോധനനെ കർണൻ കൈവെടിയുകയില്ല. സ്വർണത്തിൻ്റെ അനേകം കുന്നുകൾ എനിക്കായി നീ നീട്ടിയാലും അവനെ ഇന്നു ഞാൻ കൈവെടിയുകയില്ല. ബന്ധം കൊണ്ടും ലോഭം കൊണ്ടും ഭയം കൊണ്ടും യാതൊന്നുകൊണ്ടും ഈ മാർഗത്തിൽ നിന്ന് കർണൻ ഇനി പിന്മാറ്റമില്ല. കണ്ണുകളിൽ നിന്ന് ഒഴുകിയ നീർത്തുള്ളികൾ തുടച്ചു കളയാൻ പോലും കൈകൾ ചലിപ്പിക്കാതെ ദയനീയനായിരിക്കുന്ന കർണനെ മഹാത്ഭുതത്തെ എന്ന പോലെ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരുന്നു. ഹൃദയത്തിൽ നിന്നൊഴുകിയ ആത്മഭാഷണത്തിൻ്റെ ആ തപ്തധാരയിൽ ഭാഷണശക്തി മുങ്ങിപ്പോയതുപോലെ കൃഷ്ണൻ മൗനിയായി തന്നെ വർത്തിച്ചു. കൂടുതൽ ദീനമായ സ്വരത്തിൽ കർണൻ പിന്നെയും പറഞ്ഞു, കർണന് ഇനി പിന്മാറ്റമില്ല. എന്നാൽ നീ ഇന്നു കാണിച്ച സ്നേഹവും അഭ്യുദയകാംക്ഷയും എന്നിൽ എന്നും ജീവിക്കും. യുദ്ധം മുമ്പിൽ തന്നെ നിൽക്കുന്നു. ജയാപജയങ്ങൾ അതിൻ്റെ പിന്നിൽ എവിടെയോ പതിഞ്ഞു വർത്തിക്കുന്നു. ജയാപജയങ്ങൾ ഗൗനിക്കാതെ, മരണഭയം കൂടാതെ സുയോധനനു വേണ്ടി എൻ്റെ സ്വന്തം അനുജന്മാരുമായി ഞാൻ യുദ്ധം ചെയ്യും. സ്വന്തം ഭ്രാതാക്കളോടും അഭ്യുദയകാംക്ഷിയും സ്വജനവുമായ നിന്നോടും ജീവൻ മറന്ന് ഞാൻ യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ അർജുന ശരമേറ്റ് കർണൻ എന്ന് ഭൂമിയിൽ വീഴുന്നുവോ, കൃഷ്ണ, അന്നാണ് പാണ്ഡവർ യുദ്ധം ജയിക്കുക. നമ്മളിപ്പോൾ കേട്ടത് ശ്രീ പി.കെ. ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.